ഹലോ, ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് വിത്ത് മൈ ഗാങ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു മഴ. പക്ഷേ എനിക്കിഷ്ടാട്ടോ, ടോ ഞാനാണ് ഗാങ് ലീഡർ. അമ്പൂസിന് TBS ബുക്സ് വാങ്ങി റിട്ടേൺ വരുമ്പോൾ സൈൻലബാനിലെ ഡെസേർട്ട് പാർസലാക്കി വീട്ടിൽ നിന്ന് ഡിന്നർ കഴിക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു രസത്തിന് പൈപ്പ് ക്ലീനർ കൂടി വാങ്ങി. എന്താ ഇപ്പം ഇങ്ങനെ പറയാനെന്നല്ലേ, ഒരു ഗ്യാങ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിറകിലിരുന്ന രണ്ടിൻ്റെ വികൃതി സഹിച്ച ദേവൂസിന് അവൾക്ക് ഇഷ്ടപ്പെട്ട സുഡ ഇഡ്ഡലിയിൽ കൊണ്ടുപോകണമെന്നും പാളയത്തിലെ ആ കുഞ്ഞിടവഴിയിലൂടെ എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനും അവിടേക്ക് വിട്ടു. നമ്മുടെ മാരിയങ്കോവിലാട്ടോ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ. ഞാൻ വിചാരിച്ചൊരു തിരക്ക് റോഡിലില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കില്ല് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ കാറ് റോഡിൽ പാർക്ക് ചെയ്യുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. റോഡിൻ്റെ ഈ സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്തു. ആരാടാ കാർ ഇവിടെ പാർക്ക് ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അറിയാത്ത പോലെ ഇരിക്കാം എന്ന പ്ലാനിൽ ഞങ്ങൾ സുഡ ഇഡ്ഡലിയിലേക്ക് നടന്നു. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. കുഞ്ഞു ഇഡ്ഡലി ആയ കാരണം ഒരുപാട് കഴിച്ചാലും മനസ്സിലാവില്ല. അതിപ്പോൾ ഇവിടുത്തെ ബില്ല് കൊടുക്കുമ്പോഴും ടെൻഷനില്ല. ഒരേ ക്വാളിറ്റി അന്നും ഇന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് ഇവരുടെ ഒരു സക്സസ്. ആക്ടർ വെങ്കിടേഷിനാണ് സുഡ ഇഡ്ഡലി. ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഓളം തന്നെ പുള്ളി സൃഷ്ടിച്ചതാണല്ലോ. പിന്നീട് വെറൈറ്റി ഫുഡിൻ്റെ സ്വന്തം നാടായ കോഴിക്കോടും നമ്മുടെ ഇഡ്ഡലി കുട്ടികളെത്തി. വീട്ടിൽ നിന്ന് ഡിന്നർ കഴിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് പൊടി ഇഡ്ഡലിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 3ാമത്തെ പ്ലേറ്റിലാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. അമ്പൂന് എക്സ്ട്രാ ചട്നിപ്പൊടി, വൈറ്റ് ചട്നി മാത്രം മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊടി ഇഡ്ഡലി വിത്ത് വൈറ്റ് ചട്നി ഓൺലി എല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സും വയറും നിറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ നോക്കി കോക്കിരി കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലിയോ ഷോക്കായി. എന്നാലും എന്തിനായിരിക്കും ലിയോ ഷോക്കായത്? ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ, അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ആണ് മോർ ബ്യൂട്ടിഫുൾ. എന്തൊരു ഡൗൺ ടു എർത്ത് ആണ് വെങ്കി. ഞങ്ങൾക്ക് പുള്ളിയെ കണ്ടപ്പോൾ വളരെ അടുത്തറിയുന്ന ഒരാളെ കണ്ട പോലെ. പക്ഷേ കിളി മൊത്തം പോയ കാരണം സംസാരിക്കാൻ വേർഡ്സ് കിട്ടിയതുമില്ല. അവിടുത്തെ ഫുഡിനെ കുറിച്ചും ആളുടെ മൂവിയെക്കുറിച്ചും വാതോരാതെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. എവിടെന്ന് തിരിച്ചാളെ കണ്ടു വന്ന ശേഷം. പക്ഷേ കൂടുതലൊന്നും സംസാരിക്കാൻ തോന്നിയില്ല ആ സമയത്ത്. പക്ഷെ ഭാഗ്യത്തിന് ആ സമയത്ത് ദേവൂസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് മൂവിയിലാണ് ഇപ്പം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കാലിക്കറ്റാണ് ഷൂട്ടെന്ന് പുള്ളി പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനും ഫുഡ് വളരെ ടേസ്റ്റി ആയിരുന്നു, ഞങ്ങളിതിപ്പോൾ 3ാമത്തെ തവണയാണെന്നൊക്കെ പറഞ്ഞു. വെങ്കിയെ കണ്ട കാര്യം വീട്ടിലാരടുത്തും പറയാതെ ഒരു സർപ്രൈസ് ആയിട്ട് നാളെ ഈ വീഡിയോ കാണുമ്പോഴേ എല്ലാവരും അറിയുള്ളൂ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഐ ആം സോ എക്സൈറ്റഡ്. ഗുഡ് നൈറ്റ്.